നമസ്കാരം ശ്രീ ജോൺസൺ റോജ്. നമസ്കാരം. ഈ നവീൻ ബാബുവിനെ കേരളം മറന്നിട്ടില്ല. കാരണം അത്രത്തോളം നമ്മളെ വേദനിപ്പിച്ച ഒന്നാണ്. ഇപ്പോൾ രാഷ്ട്രീയ കക്ഷികളൊക്കെ ആ ഒരു കാലത്ത് വലിയ ചർച്ചയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ അവരൊക്കെ പിന്മാറ്റം നടത്തിയെങ്കിലും ഇവരുടെ കുടുംബം അനുഭവിക്കുന്ന വേദന എന്ന് പറയുന്നത് അതൊരു തീരാവേദന തന്നെയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മരണത്തിൽ ഇപ്പോഴും ചില ദുരൂഹതകൾ ബാക്കി നിൽക്കുകയാണ്. കളക്ടർ നൽകിയ മൊഴി ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ദുരൂഹത ഏറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപക്ഷെ ഇവിടുത്തെ അന്വേഷണം കൊണ്ടൊന്നും തൃപ്തരാകേണ്ടി വരില്ല. ഒരുപക്ഷെ നവീൻ ബാബുവിൻ്റെ കുടുംബത്തിന് CBI അന്വേഷണം ആവശ്യപ്പെടുന്ന ഒരു രീതിയിലേക്കാണോ കാര്യങ്ങൾ മാറുന്നത്? സാറേ, ഈ കേസ് CBI അന്വേഷിച്ചാലേ ശരിയാവുള്ളൂ. കാരണം രാഷ്ട്രീയ സ്വാധീനം അത്രത്തോളം കേരളത്തിൽ പോലീസിൻ്റെ മുമ്പിൽ പിടിമുറുക്കിയിരിക്കുകയാണ്. പോലീസ് തന്നെ രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ ഇവിടുത്തെ പോലീസ് അന്വേഷിച്ചാൽ നമ്മുടെ മനസ്സിലുള്ള ദുരൂഹത മാറില്ല. ഇപ്പോൾ തന്നെ നവീൻ ബാബു എനിക്കൊരു തെറ്റ് പറ്റി എന്ന് പറഞ്ഞതായിട്ടൊരു വാക്കിൽ പിടിക്കുകയാണ്. അത് കള്ളമാകാം. കള്ളമല്ലെങ്കിൽ തന്നെ എന്തിൽ തെറ്റുപറ്റി? ചിലപ്പോൾ നിങ്ങൾ ഈ കളക്ടറിനെ പോലെ ഒരു ഓന്തിൻ്റെ നിറമുള്ള മനുഷ്യൻ്റെ മുമ്പിൽ മനുഷ്യൻ പറഞ്ഞതനുസരിച്ച് ഞാനിതിൽ പങ്കെടുത്ത ഈ യാത്രായപ്പ് യോഗത്തിൽ പങ്കെടുത്തത് എനിക്ക് തെറ്റുപറ്റിയതായിട്ട് അങ്ങനെയാകാം. അല്ലെങ്കിൽ ഈ അവസാനം വരെ ഞാൻ അവന് പ്രശാന്തിന് പെട്രോൾ പമ്പിന് അനുവാദം കൊടുക്കാതിരുന്നു. അവസാനം എനിക്ക് അനുവാദം ഇവർ സംസാരിച്ചതിൽ ഇങ്ങനെ ഒരു പെട്രോൾ പമ്പിൽ അഴിമതി ആരോപിച്ചതിൻ്റെ പേരിൽ തോന്നി ഇത് ഞാൻ അവസാനം നാം പോകുന്നതായിട്ട് കൊടുക്കാം എനിക്ക് തോന്നി. അതെനിക്കൊരു തെറ്റായിട്ട് പറ്റിയിരിക്കുകയാണ്. അത് അങ്ങനെ കൊടുക്കാതിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു അഴിമതി എൻ്റെ മുന്നിൽ ചേർത്തില്ലായിരുന്നു. അവസാനം ഞാനിങ്ങനെ പോകുന്നു അപ്പോൾ പോകുന്നതായിട്ട് ഇത്രയും റിസ്ക് എടുത്ത ഒരാളല്ലേ എന്ന് പറഞ്ഞ് അനുമതി കൊടുത്തു. അതെനിക്ക് പറ്റിയ ഒരു തെറ്റാണ് എന്നായിരിക്കാം അങ്ങനെ പറഞ്ഞത്. അവസാനം ഞാൻ അനുവാദം കൊടുത്തിട്ടാണ് പോയത്. അതെനിക്ക് പറ്റിയ ഒരു തെറ്റായി പോയി. അങ്ങനെ ഞാൻ കൊടുക്കാതിരുന്നെങ്കിൽ എനിക്കിത് കേൾക്കേണ്ടി വരില്ല എന്ന അർത്ഥവും എടുക്കാം. അങ്ങനെ പലതും അർത്ഥവും എടുക്കാം. അല്ലാതെ ഇവർ പറയുന്ന ഇവർ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സ്വരൂപിച്ചെടുത്ത ബുദ്ധിപൂർവം കൈകാര്യം ചെയ്തെടുത്ത കളക്ടറെ ഒരു കരുവാക്കിക്കൊണ്ട് ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടാക്കിയതെന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ പറഞ്ഞെങ്കിൽ പോലും ഞാൻ കക്കൂല് വാങ്ങിയതാണ് എന്ന അർത്ഥത്തിലല്ല അങ്ങനെ പറഞ്ഞത്. മറ്റു പല അർത്ഥത്തിലും അതിനകത്ത് എനിക്ക് പറ്റിയ തെറ്റുകൾ ഇങ്ങനെയൊക്കെയാണ്. നിങ്ങളുടെ കൂടെ യോഗത്തിൽ അവിടെ വന്നിരുന്നത് തന്നെ ഒരു തെറ്റായിപ്പോയി. നിങ്ങൾ അവരെ അല്ലെങ്കിൽ ദിവ്യ വന്നപ്പോൾ തന്നെ ഞാൻ ഞാൻ അഴിച്ച് പോകേണ്ടതായിരുന്നു. അല്ല, നിങ്ങൾ തടുത്ത് അങ്ങനെ ഒന്നും ചെയ്യാത്ത ഒരു മനുഷ്യൻ്റെ മുമ്പിൽ കളക്ടർ നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു കളക്ടറുടെ മുമ്പിൽ ഞാൻ വന്നത് എനിക്കൊരു തെറ്റാണ്. എനിക്ക് പറ്റിയ ഏറ്റവും ജീവിതത്തിൽ പറ്റിയൊരു തെറ്റാണെന്ന് അങ്ങനെ കണ്ടിരിക്കാം. പക്ഷേ അങ്ങനെ പറഞ്ഞു എങ്കിൽ അതിനെ ഇവർ ദുർവ്യാഖ്യാനം ചെയ്യുന്നതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇവരിപ്പോൾ ദുർവ്യാഖ്യാനം ചെയ്യുകയാണ്. അതായിരിക്കില്ല. അങ്ങനെ ആണെങ്കിൽ അങ്ങനെ പറയാം. ഞാനിങ്ങനെ ഒരു 100 നിമിഷത്തിൽ എനിക്ക് വാങ്ങേണ്ടി വന്നു എന്നേ പറയുള്ളൂ. അങ്ങനെയാണ് എനിക്ക് അങ്ങനെ ഒരു തെറ്റ് പറ്റി എന്നല്ല പറഞ്ഞ് എനിക്ക് തെറ്റുപറ്റി. ഇവിടെ ഈ യോഗത്തിൽ വന്നിരുന്നത് എനിക്ക് തെറ്റായിപ്പോയി. യാത്രയപ്പ് വേണ്ടെന്നാണ് അങ്ങനെ പറഞ്ഞത്. എന്നിട്ട് എന്നെ നിർബന്ധിച്ച് യാത്രയപ്പിന് കൊണ്ടുവന്നു. അതിന് ഞാൻ വഴങ്ങിയത് എനിക്കൊരു തെറ്റായിട്ട് പോയി തെറ്റായി തീർന്നിരിക്കുന്നു എന്ന അർത്ഥത്തിലാണ് അങ്ങനെ പറഞ്ഞതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതായത് കളക്ടറിനെ ഒന്ന് വച്ചതാണ് അവർ. നിങ്ങളെപ്പോലെ ഒരു നിയന്ത്രിക്കാൻ കഴിയില്ലാത്ത ഒരാളൊരു യാത്രയപ്പിന് യോഗത്തിൽ പറയാൻ പാടില്ലാത്ത ഒരു മനുഷ്യനെ തേജോവധം ചെയ്തുകൊണ്ട് മനുഷ്യത്വപരമല്ല സംസാരിക്കുന്നത് നിർത്തും മാഡം, അത് ഇവിടെ പറയേണ്ട വിഷയമല്ല എന്ന് ചൂണ്ടിക്കാണിക്കുവാനുള്ളൊരു ധാർമ്മിക ബോധമില്ലാത്ത ഒരു മനുഷ്യൻ്റെ മുമ്പിൽ ഞാൻ ഈ യോഗത്തിൽ വന്നിരുന്നത് എനിക്ക് തെറ്റാണ്, എൻ്റെ ജീവിതത്തെ പറ്റിയ തെറ്റാണ്. അത് മുഖത്ത് നോക്കി പറയാതെ അദ്ദേഹം പറഞ്ഞു എനിക്ക് തെറ്റുപറ്റി, സാറിൻ്റെ കൂടെ സഹകരിക്കാൻ എനിക്ക് തെറ്റുപറ്റി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ കളക്ടറുമായിട്ട് ഒരിക്കലും ഈ നവീൻ ബാബു ഒരു തരത്തിലുള്ള വൈകാരിക ബന്ധവും കാത്തു സൂക്ഷിച്ച ആളല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അദ്ദേഹം ആരുടെ വൈകാരിക ബന്ധം അങ്ങേരുടെ ജോലി കൃത്യമായി ചെയ്തു. ഇവർ തന്നെ സമ്മതിക്കുന്നു, നല്ലവണ്ണം ജോലി ചെയ്യുന്ന ഒരാളാണ്, സത്യസന്ധനാണെന്ന് മന്ത്രി സമ്മതിക്കുന്നു, കളക്ടർ തന്നെ സമ്മതിക്കുന്നു, മറ്റു ജീവനക്കാർ പറയുന്നു.
അങ്ങനെയുള്ള ഒരാളിനെ ഇങ്ങനെ ഇങ്ങനെ ഞാൻ പറഞ്ഞത് കേട്ടില്ല എന്നൊരു രാഷ്ട്രീയ അഹന്ത മനസ്സിലാക്കി. ഞാൻ 2.5 കൊല്ലം ഞാൻ ഇത്രയും കാലം പറഞ്ഞ് കേൾക്കാതെ ഇവർ അതേ എൻ്റെ ഒരു കണക്കൂട്ടൽ CPIയുടെ മുകൾത്തട്ടിൽ നിന്ന് അവസാനം പറഞ്ഞപ്പോൾ ഞാൻ കേട്ടു എന്നാണ് ദിവ്യ കണക്കൂട്ടുന്നത്. അപ്പം ഞാൻ പറഞ്ഞത് കേട്ടില്ല, മറ്റവർ പറഞ്ഞ് കേട്ടു. എന്നെക്കാൾ വലിയവരാണോ അവർ? CPIനെ ഒരു മൂന്നാം കടായിട്ടാണ് ഇവർ കാണുന്നത്, CPM കാണുന്നത്. അവരിങ്ങനെ തള്ളി നിൽക്കുകയാണ്. അവരുടെ സുവർണ്ണകാലം കോൺഗ്രസിൻ്റെ കൂടെ നിന്ന കാലഘട്ടത്തിലാണ്. ഇവരിപ്പോൾ ഒരു അടിമത്വത്തിൻ്റെ കാലത്തിൽ ജീവിക്കുന്നത് പോലെ അവിടെ ജീവിക്കുകയാണ്. ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഞങ്ങൾ പറയുന്ന കേട്ട് നിങ്ങൾ അവിടെ കഴിഞ്ഞു കൂടിയാൽ മതി എന്നൊരർത്ഥമാണ്. അങ്ങനെയുള്ള ഒരാൾ പറഞ്ഞത് വകുപ്പ് അവരുടെ കയ്യിലാണ്. അങ്ങനെ ഒരു പാർട്ടി പറഞ്ഞ ജില്ലാ സെക്രട്ടറിയാണ് പറഞ്ഞത് കേൾക്കുകയും അതനുസരിച്ച് അവസാനം പ്രവർത്തിക്കുകയും ഞാൻ ഈ കുറേ കാലം കൊണ്ട് പറഞ്ഞുകൊണ്ട് നടന്ന് ഒന്നും കേൾക്കാതിരിക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ കാണിച്ചു തരാം എന്നുള്ളൊരർത്ഥം. ഞങ്ങളാണ് അതിൻ്റെ സൂപ്പർ. അവർ മൊത്തത്തിലുള്ള അഹങ്കാരം ധാർഷ്ട്യമൊക്കെ ഉണ്ടെന്ന് കേരള ജനതയ്ക്ക് മൊത്തം അറിയാം. ആ ധാർഷ്ട്യം പുറത്തെടുക്കുകയായിരുന്നു. എങ്ങനെ ഒതുക്കുക, എങ്ങനെയും തേജോവധം ചെയ്യുക. അപ്പോൾ ഈ തെറ്റുപറ്റി എന്നുള്ള വാക്കിൽ അവർ ഊന്നി നിൽക്കുന്നത് ദിവ്യയെ സംരക്ഷിക്കാൻ വേണ്ടി തന്നെ ആണെന്നുള്ളത് വ്യക്തമാണ്. ദിവ്യയെ സംരക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്തതാണ് ഈ ഒരു വാചകമാണത്. പറയാൻ സാധ്യതയില്ല. ഈ യാത്രായപ്പിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് പിന്നീടുള്ള ഓരോ ചുവടുവയ്പും നമ്മൾ നോക്കുമ്പോൾ അതിലൊക്കെ ദുരൂഹത ശക്തിപ്പെടുകയല്ലേ ചെയ്യുന്നത്? തീർച്ചയായിട്ടും. അതെ, ഇൻക്വസ്റ്റ് തയ്യാറാക്കി തന്നെ വീട്ടുകാർ വരുന്നതിന് മുമ്പ് ഇൻക്വസ്റ്റ് തയ്യാറാക്കി. പിന്നെ അവർ ഈ വഴിയിലെ നവീൻ ബാബു ഇറങ്ങിയ അതുവരെ ഉള്ള CCTVകളൊന്നും പരിശോധിച്ചിട്ടില്ല. റെയിൽവേ സ്റ്റേഷനിൽ പോയെന്ന് പറയുന്നു. ഇതൊക്കെയാണ് എല്ലാം കംപ്ലീറ്റ് ദുരൂഹതയാണ്. ആദ്യം തന്നെ ഈ CBI അന്വേഷണം എന്തിന് എന്നാണ് നമ്മുടെ CPMൻ്റെ ജനറൽ സെക്രട്ടറി ചോദിച്ചത്. അവിടുത്തെ അത് തന്നെ അങ്ങനെ ചോദിക്കാം. ഇപ്പം പൊതുജനവും സമൂഹവും ആ വാചകത്തിനെതിരാണെന്ന് കണ്ടപ്പോൾ ഇന്നലെ മാറ്റി പറഞ്ഞു. മറ്റേ സുപ്രീം കോടതി പറഞ്ഞിട്ടില്ലേ കൂട്ടിലടച്ച് തത്തയാണ്. അതൊന്നും ഇവിടെ പറയട്ടെ, ഇതിലേക്ക് പറയേണ്ട വല്ല കാര്യമാണ്. നമ്മൾ അന്വേഷിക്കുന്ന സന്തോഷമാണ്. CBI അന്വേഷിക്കട്ടെ. ഈ കേസിനകത്ത് യാതൊരു ദുർഗതയുമില്ല. എന്തുണ്ടായാലും പുറത്തു വരണം, അന്വേഷിക്കട്ടെ എന്നാണ് പറയേണ്ടത്. ഇവിടെ തിരിച്ചാണ് പറഞ്ഞത്. അപ്പോൾ CBI അന്വേഷണത്തെ ഇവർ ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ അങ്ങനെ പറയുന്നത്. ഭയപ്പെടുന്നതുകൊണ്ടാണ് ആ വാചകങ്ങൾ പുറത്തു വരുന്നത്. ഇതിനകത്തിൻ്റെ പുറകിൽ എന്തിനൊക്കെ ദുർഗതയുണ്ട്. CBI അന്വേഷണം വന്നാൽ ഒരുപക്ഷെ ഇതിനകത്ത് കുടുങ്ങാൻ പോകുന്നത് ദിവ്യയും കളക്ടറും ഒക്കെ ആയിരിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. ദിവ്യയും കളക്ടറും ചിലപ്പോൾ പാർട്ടിയുടെ ജില്ലാ ഘടകങ്ങളൊക്കെ അവിടെ കൊടുക്കാൻ സാധ്യതയുണ്ട്. കാരണം ജില്ലാ ഘടകത്തിൻ്റെ തീരുമാനം അനുസരിച്ചായിരിക്കും ദിവ്യ പ്രവർത്തിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്തൊരു ഗൂഢസംഖ്യ ഇത് നമ്മളെയൊക്കെ ധിക്കരിച്ചുകൊണ്ട് ഇവിടെ പ്രവർത്തിച്ചവനല്ലേ, ആരും കേൾക്കാതെ നമ്മൾ പറയുന്ന ഒന്നും കേൾക്കാതെ മുമ്പോട്ട് പോയവനല്ലേ, ഇവനങ്ങനെ വിട്ടുകൂടാ എന്നൊരു കൃത്യമായൊരു ഈഗോ ഉണ്ടായി. പക്ഷെ ഇങ്ങനെ കലാശിക്കും എന്നവർ പ്രതീക്ഷിച്ചില്ല. ഇങ്ങനെ കലാശിക്കുമെന്ന് ചോദിച്ചാൽ അത് ആത്മഹത്യയാണെങ്കിൽ ഇങ്ങനെ കലാശിക്കും. പക്ഷെ മറിച്ച് ഏതെങ്കിലും തരത്തിലാണോ എന്നാണ് ഇപ്പോൾ നമ്മൾക്കുണ്ടാകുന്ന ഒരു സംശയം. ഈ ഈഗോ പലയിടത്തും ഇങ്ങനെ എത്തിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. ഇവൻ ഞങ്ങളെയൊക്കെ വിട്ട് ഞങ്ങൾ പറയുന്നത് കേട്ടിട്ട് വേറെ എവിടെയോ പാളയത്തിലോട്ട് പോകുന്നു, അവരുടെ പിടിയിലാണോ ഇതൊരു സംശയം. അങ്ങനെയൊന്നും അവർ സഹിക്കില്ല. എനിക്കൊക്കെ അനുഭവങ്ങളാണ്. ഇതൊന്നും അവർ സഹിക്കുന്ന കാര്യങ്ങളല്ല. അപ്പോൾ അതിന് പല ഉദാഹരണം, ചന്ദ്രശേഖരൻ്റെ മരണം തന്നെ, കൊലപാതകം തന്നെ നമുക്കൊരു ഉദാഹരണമാണ്. അപ്പുറത്ത് പോയി അവരെ വിട്ട് സംസാരിച്ച് തുടങ്ങിയപ്പോൾ അവർ മാറി നിന്നപ്പോൾ അത് സഹിക്കാൻ കഴിയാത്ത ഒറ്റ കാരണമാണ്. വേറെ എന്തെങ്കിലും കാരണം ചൂണ്ടിക്കാട്ടാനുണ്ടോ? വേറെ കാര്യങ്ങളൊന്നും ചൂണ്ടിക്കാട്ടാൻ. അപ്പോൾ നമ്മളെ ചൊൽപ്പടിക്ക് നിൽക്കാത്തവൻ നമ്മുടെ യൂണിയനിലാണെങ്കിലും നമ്മുടെ ചൊൽപ്പടിക്കല്ല ഇവൻ എന്നൊരു ധാരണ ഉണ്ടാകുമ്പോൾ അപ്പോൾ അവനെ ഉന്മൂലനം ചെയ്യുക എന്നൊരു സ്വാഭാവികമായൊരു സ്വഭാവം ഇവിടെ ഉണ്ട്. അത് കേരളത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് പൊതുവെ കാണുന്നത്. പാർട്ടി വിടുന്നവരെ അവസാനം കടന്നാക്രമിക്കുക, അവരുടെ പേരിൽ എന്തെങ്കിലും ആരോപണം പറയുക, വാർത്തകൾ സൃഷ്ടിക്കുക, ഇതൊക്കെ ഇവിടെ ഒരു പൊതു പരിപാടിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് ദുരൂഹതയുണ്ട്. ഇത് CBI അന്വേഷിക്കട്ടെ. CBI അന്വേഷിച്ച് ഇതിൻ്റെ സത്യാവസ്ഥ പൊതുജനം അറിയട്ടെ. അതിന് CBI തേജോധം ചെയ്യണമെന്നുണ്ട്. CBI അങ്ങനെയാണ്, CBI ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്നത് തന്നെ ഒരു അബദ്ധമല്ലേ.
ഒരു അന്വേഷണ ഏജൻസിയുടെ അങ്ങനെയാണ് ഇങ്ങനെയാണ് അതൊക്കെ പറയാൻ പറയുന്നതിൽ തന്നെ ദുരൂഹതയാണ്. അത് തന്നെ എന്തൊക്കെ മറച്ചു വെക്കാനുള്ള ഒരു വ്യഗ്രതയിൽ നിന്നുണ്ടാകുന്ന വാക്കുകളാണ്. പിന്നെ ജനം ഇങ്ങനെ തിരിച്ചു പറഞ്ഞപ്പോൾ ശരി അന്വേഷിക്കട്ടെ എന്നുള്ള അവസാനം അങ്ങനെ പറയേണ്ടി വന്നു. ആദ്യം മനസ്സിനകത്തുള്ള യാഥാർത്ഥ്യം പുറത്ത് ഇങ്ങനെ വന്നതാണ്. CBI അന്വേഷിക്കണം, ഇതിൻ്റെ യാഥാർത്ഥ്യം പുറത്ത് വരണം. ഇതിൻ്റെ യാഥാർത്ഥ്യം CBI അന്വേഷിച്ചാൽ കുറേ പുറത്ത് വരുമെന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. കാരണം പലതും ഒരിടത്തും എത്തിച്ചേരാത്ത അന്വേഷണങ്ങളൊക്കെയാണ് നടന്നിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ആ ഒരൊറ്റ വാക്കിലാണ് ഇപ്പോൾ പിടിച്ചിരിക്കുന്നത്. എൻ്റെ അടുത്ത് അവസാനം ഇങ്ങനെ പറഞ്ഞു, ആരും തെളിവൊന്നുമില്ല, ആരും കളക്ടറിൻ്റെ അടുത്ത് പറയുന്നത് കേട്ടവരില്ല. കളക്ടറാണെങ്കിൽ കൃത്യമായി ഒരു നിലപാട് സ്വീകരിക്കുന്ന ആളല്ല. കളക്ടർ ഒരു രാഷ്ട്രീയത്തിൻ്റെ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഭയന്ന് ജീവിക്കുന്ന ആളായിരിക്കാം. എൻ്റെ ഭാവി എന്താണ്, എൻ്റെ കാര്യങ്ങൾ നിലനിൽക്കണമെങ്കിൽ എനിക്ക് എൻ്റെ ആ സുരക്ഷിതത്വത്തിന് അനുസരിച്ച് മുന്നോട്ട് പോകണം. മരിച്ചവൻ മരിക്കട്ടെ, പോയല്ല. ഇനി എനിക്ക് നിലനിൽക്കണമെങ്കിൽ ഈ സുരക്ഷിതത്വം, ഇവരുടെ സുരക്ഷിതത്വം ആവശ്യമാണ് എൻ്റെ മുന്നോട്ടുള്ള പോക്ക്. അപ്പോൾ അവരോട് നിൽക്കുന്നതല്ലേ ഭംഗി, ബുദ്ധി എന്നുള്ളൊരു ചിന്തയിൽ കളക്ടർ എത്തിയിരിക്കാം. അങ്ങനെ സ്വാഭാവികമായിട്ട് മനുഷ്യനെത്തും. അങ്ങനെ ഒരു ചിന്തയിലാണ് കളക്ടർ എത്തിയിരിക്കുന്നത്. ഇവരുടെ കൂടെ നിൽക്കാം, ഇവരെ ശക്തരാണ്, ഇവിടെ രാഷ്ട്രീയ പ്രബലരാണ്, അപ്പോൾ എൻ്റെ സുരക്ഷിതത്വം ആണെങ്കിൽ ഇവരോട് ചേർന്ന് നിന്നാലേ പറ്റുള്ളൂ എന്നൊരു നിലപാട് കളക്ടർ സ്വീകരിച്ചിരിക്കുകയാണ്. അങ്ങനെയാണ് ഒരു വാക്കിൽ പിടിച്ചാണ് ഇപ്പോൾ കടിച്ചു തൂങ്ങിക്കുന്നത്. അതൊന്നും ഒരു അർത്ഥമില്ലാത്ത വാക്കാണ്. അല്ലെങ്കിൽ പറയണേ, ഞാൻ അങ്ങനെ ഒരിക്കലും കക്കുല് വാങ്ങിയെന്ന് പറഞ്ഞിട്ടില്ല, കക്കുല് വാങ്ങി എൻ്റെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ല. എനിക്കിങ്ങനെ ഞാനിങ്ങനെ അവസാനം ഒരു തുള്ള നിമിഷത്തിൽ ഇങ്ങനെ എനിക്ക് വാങ്ങേണ്ടി വന്നു എന്ന് പറഞ്ഞതാണെങ്കിൽ നമുക്ക് സമയം തെറ്റുപറ്റി. നിങ്ങളോടൊക്കെ സഹകരിച്ചതാണ്, നിങ്ങളോട് യോഗത്തിൽ സഹകരിച്ച് വന്നതാണ്, യാത്രയപ്പിന് വന്നതാണ് എനിക്ക് പറ്റിയ തെറ്റ്. ഇത് കളക്ടർ ഇത് നിയന്ത്രിക്കാൻ പറ്റാത്ത നിങ്ങളെപ്പോലൊരു നട്ടലില്ലാത്ത ഒരു മനുഷ്യൻ്റെ കൂടെ ഇരുന്നതാണ് എനിക്ക് പറ്റിയ തെറ്റ് എന്നൊക്കെ ആയിരിക്കാം പറഞ്ഞത്. അങ്ങനെ പറഞ്ഞു വ്യാഖ്യാനിക്കാം. അല്ല, അത് കക്കൂലി എന്നോ അതിനെന്ത് വ്യാഖ്യാനമുണ്ടോ? ഇവർ കൊടുക്കുന്ന വ്യാഖ്യാനമാണത്. CBI അന്വേഷിക്കട്ടെ എന്നാണ് എൻ്റെ അഭിപ്രായം.